നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം തൻ്റെ കരിയറിലെ ആറാമത്തെ യൂറോ കപ്പ് കളിക്കാനായി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ജർമ്മനിയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം അവിടെ ലാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ നിരവധി ആരാധകർ അദ്ദേഹത്തെ കാത്തു നിന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വൈറലാണ്. ഏതായാലും ജർമ്മനിയിലേക്ക് ആറാമത്തെ യൂറോ കപ്പ് കളിക്കാൻ ക്രിസ്ത്യാനോ എത്തുന്നു. അത് റെക്കോർഡാണ്. 6 യൂറോ കപ്പ് കളിച്ചും മറ്റൊരു താരമില്ല. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ മറുപടിയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഈ 100% ഫിറ്റ് ആണെന്നുള്ള ചോദ്യത്തിലൊക്കെയുള്ള മറുപടി, ഐ ഫീൽ ഗുഡ്, ഐ ആം റെഡി, ഞാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്, നല്ല രൂപത്തിൽ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇനി വിജയിച്ചു തുടങ്ങണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡുകൾക്ക് ഞാൻ അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. റെക്കോർഡുകളല്ല എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന ഒന്നാണ്. അതേസമയം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക, ഏറ്റവും ബെസ്റ്റ് ചെയ്യുക, അതിനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തോട് വറീഡാണോ, ഒരു ടൂർണമെന്റ് തുടങ്ങാൻ പോവുകയാണല്ലോ, വറീഡാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള കളികൾ വരുമ്പോൾ അടിവയറ്റിൽ നിന്ന് ഒരു 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 പ്രത്യേക ഒരു ഫീലിംഗ് വരും. എസ്പെഷ്യലി കളിക്ക് തൊട്ടു മുമ്പുള്ള ദിവസം, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ദിവസവും കളിയുടെ ദിവസവും ഒക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ അത് ഫീൽ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമാണുള്ളത്. അങ്ങനെ ഒരു ഫീൽ വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്പം കളി നിർത്തുന്നതായിരിക്കും നന്നാവുക. ഞങ്ങൾ എന്തായാലും ഈ കളിക്ക് റെഡിയാണ്. അതായത് ഓരോ കളിക്ക് പോകുമ്പോഴും ആ ഒരു വേവലാതി, എക്സൈറ്റ്മെന്റ് ഇതൊക്കെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് കളി തുടരുന്നതിൽ അർത്ഥമുള്ളൂ. ഒന്നുമില്ല, വളരെ നോർമലായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ പിന്നെ അത് ചെയ്യുന്നതിൽ ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ല, കളി നിർത്തും എന്ന് തന്നെയാണ് ക്രിസ്ത്യാനോ പറയുന്നത്. അപ്പം ഓരോ കളിക്ക് മുമ്പും, ആ കളിയുടെ ദിവസവും അതിന് മുമ്പത്തെ ദിവസവും ഒക്കെ അത്തരം ഒരു ഫീലിംഗ് തനിക്ക് വരുത്തും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എൻജോയ് ചെയ്യുന്നു എന്ന് കൂടിയാണ്. ആ ആദിയും ആകാംക്ഷയും എക്സൈറ്റ്മെന്റും ഒക്കെ എൻജോയ് ചെയ്യുന്നു എന്ന് കൂടിയാണ് ക്രിസ്ത്യാനോ പറയുന്നത്. കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ജനറേഷൻ, പോർച്ചുഗലിന്റെ ഈ ജനറേഷൻ ഇങ്ങനെയുള്ള വലിയ ടൂർണമെന്റുകളിൽ കിരീടം ചൂടാൻ അർഹതയുള്ളവരാണ്. സോ ഓരോ കളി മാച്ച് ബൈ മാച്ച് ആയിട്ട് ഞങ്ങൾ എടുക്കും. എന്താണ് സംഭവിക്കുക എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കിരീടം ചൂടുക എന്നുള്ളതാണ്. ആ സ്വപ്നവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് ക്രിസ്ത്യാനോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.